ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ പഴയ ഒരു ടോപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ പഴയ ഒരു ടോപ്പാണ് എടുത്തിരിക്കുന്നത്. ആ ടോപ്പ് ഞാൻ അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ മെറ്റീരിയൽ മാത്രം ഇങ്ങ് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ലൈനിങ് പോർഷനിലാണ് ഞാൻ അളവുകളെല്ലാം വരയ്ക്കുന്നത്. എൻ്റെ മെഷർമെൻറ്റ് ഞാൻ കൊടുക്കുന്ന മെഷർമെൻ്റ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് സെയിം അതേ മെഷർമെൻറ്റ്സ് തന്നെയാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാത്തത് കേട്ടോ. അളവുകളൊന്നും പറയുന്നില്ല. ആ മെഷർമെൻറ്റ് നോക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്യാൻ സമയത്തും ഞാൻ പേപ്പറിനകത്ത് കറക്റ്റ് അതുപോലെ വരച്ച് അളവുകളെല്ലാം വരച്ചെടുത്തതിൻ്റെ ഒരു പേപ്പർ കട്ടിങ്ങും ഞാനത് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അളവുകളും ഇതും നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നതനുസരിച്ച് അളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായാലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ടോപ്പ് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷം മുന്നേ ഉള്ളതാണ്. ഒത്തിരി പഴയതാണ് കേട്ടോ. പക്ഷേ മെറ്റീരിയലിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പുതിയതുപോലെ തന്നെ മെറ്റീരിയൽ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, അത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്കൊരു പുതിയ ബ്ലൗസ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഇതുപോലെയൊക്കെ ടോപ്പുകൾ. ഒരുപാട് യൂസ് ചെയ്തിട്ടും ആ മെറ്റീരിയൽ മോശമാവുന്നേ ഇല്ല, എന്ത് ഭംഗിക്കിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന ടോപ്പുകൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തു, ഇനിയും ഇടണോ, ഇത്രയും യൂസ് ചെയ്തില്ലേ, ഇത് കളയാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചൊക്കെ വെച്ചിരിക്കുന്ന ടോപ്പുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും എടുത്ത് അത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് അതിൻ്റെ നല്ല തുണി, അതായത് സ്റ്റിച്ച് ചെയ്ത ആ പോർഷനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നല്ല പീസ് വെട്ടി എടുത്തതിന് ശേഷം ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സാരിയുടെ കൂടെ മാച്ച് ആവുന്ന പോലെ ഒരു സാരിയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഭയങ്കര മാച്ച് ഒന്നുമല്ലല്ലോ. നല്ല ബ്ലൗസുകൾ, നല്ല ഭംഗിയുള്ള മെറ്റീരിയലിലെ ബ്ലൗസുകളൊക്കെ ഇപ്പം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ മേടിക്കേണ്ട, നമുക്ക് നമ്മളുടെ ടോപ്പിൽ നിന്ന് തന്നെ നല്ല ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ നല്ലതല്ലേ. അപ്പോൾ വലിയ ചിലവുമില്ല. ലൈനിങ്ങിൻ്റെ പൈസ വേണ്ട, ലൈനിങ് വേറെ മേടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ തന്നെ ഉടുപ്പിന് ലൈനിങ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ അത് തന്നെ മതിയാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു പുതിയ ബ്ലൗസ് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും. ഇപ്പം ഞാൻ എൻ്റെ പ്രിൻസസ് കട്ട് ബ്ലൗസിന് വേണ്ടിയിട്ട് കറക്റ്റ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്ക് പോർഷന് വേണ്ടിയിട്ടുള്ളതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് എൻ്റെ നല്ല മെറ്റീരിയലിൽ വെച്ച് കട്ട് ചെയ്താൽ മതിയാവും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.